ശുഭോദയം. ഇന്നു നീ എന്നരികിലില്ലേ, മലർവനിയിൽ എന്തിനു വേറൊരു മധുവസന്തം. എല്ലാ കൂട്ടുകാർക്കും സൂപ്പർ നോട്ട്സിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ആൻഡ് എ വെരി അടിപൊളി സൂപ്പർ ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാരും ദാ ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് ബാക്കിയുള്ളവർ ഉറങ്ങുമ്പോൾ നിങ്ങൾ ഉണർന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടി? നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ പ്രിയമായ ആ സ്വപ്നം നേടിയെടുക്കാൻ, സ്ഥിര വരുമാനമുള്ള ഒരു ജോലി. അത് ഉറപ്പായും ഇവിടെ നിന്ന് ഞാൻ നിങ്ങൾക്ക് കൈപിടിച്ച് നടത്താൻ പോവുകയാണ്. കാരണം നിങ്ങളുടെ ആ ലക്ഷ്യത്തെ ഏറ്റവും മനോഹരമായി നേടിയെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു സെഷൻ ആയിരിക്കും ഇനി അങ്ങോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞത് അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന മറ്റൊരു ടോപ്പിക്കായ ടൈം ആൻഡ് സ്പീഡ് അല്ലെ. എപ്പോഴും കാണുമ്പോൾ കൺഫ്യൂഷൻ ആണ്. ആ ഒരു ടോപ്പിക്കിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഈ കഴിഞ്ഞ കാലയളവിലായി 2025 മുതൽ പിറകോട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കൂടെ കൂടിക്കോ. കൂടിയാൽ മാത്രം പോരാ, പ്രാക്ടീസും ചെയ്ത് നോക്കണം, പഠിക്കണം. ഓക്കെ ആണല്ലോ? റെഡി അല്ലേ? അപ്പൊ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. അപ്പൊ നിങ്ങൾക്കായി കേരള PSC അണിയിച്ചൊരുക്കിയ ആദ്യത്തെ ചോദ്യം ദാ നോക്കിക്കേടാ. ചോദ്യം എന്ന് പറയുന്നത് 52 കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ബസ്സിൽ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യാം? ഓക്കെ ആണല്ലോ? 11/2025 10th പ്രിലിംസ് സ്റ്റേജ് 3 ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ഇവിടെ നോക്കുക, 52 കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ബസ് ഉണ്ട്. ആ ബസ്സിന്റെ അകത്ത് 6 മണിക്കൂറിൽ എത്ര ദൂരം സഞ്ചരിക്കാം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ടൈം ആൻഡ് ഡിസ്റ്റൻസും അല്ലെങ്കിൽ സ്പീഡ് ആൻഡ് ടൈമും ഒക്കെ പഠിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ദാ നോക്കിക്കേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എങ്കിൽ കൂടി എൻ്റെ ഒരു സന്തോഷത്തിന്, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പൊ ദാ നോക്കുക, നിങ്ങൾ ഇവിടെ ആദ്യം പഠിക്കുന്ന വളരെ വിലപ്പെട്ട അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വസ്തുതയുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഒക്കെ വരച്ചിട്ട് ചിലപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും അല്ലെ. കാണാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. അതാ ഇങ്ങനെ നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഈ ട്രയാങ്കിൾ ഇതാ ഇങ്ങനെ വരച്ചു. ഇവിടെ നമ്മൾ ഡിസ്റ്റൻസിനെ, ഇവിടെ സ്പീഡിനെ, ഇവിടെ ടൈമിനെ വെക്കുന്നു. അപ്പോൾ സ്പീഡ് എന്ന് പറയുമ്പോൾ മുകളിൽ ഡിസ്റ്റൻസ്, താഴെ ടൈം. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് മുകളിൽ, സ്പീഡ് താഴെ. അപ്പൊ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഇനി ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ താഴെ രണ്ടുപേരും നേരെ കിടക്കുന്നു. നേരെ കണ്ടാൽ അവരെ തമ്മിൽ ഗുണിക്കണം. സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് ഇൻറ്റു ടൈം എന്നതാണ്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ സ്ഥിരമായിട്ട് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ട വസ്തുതകളാണ്. ഇനി ദാ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫോർമുല, ബേസിക് ഫോർമുലയാണ്. ഇത് കൂടാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ ഏറ്റവും കൂടുതൽ ചതിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ചോദ്യത്തിൽ പല യൂണിറ്റുകൾ തരും. സാധാരണ ഈ ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് അത് കിലോമീറ്ററിൽ തരാം അല്ലെങ്കിൽ മീറ്ററിൽ തരാം. ഓക്കെ ആണല്ലോ? ഇനി ടൈമുമായി ബന്ധപ്പെട്ട് അത് അവറിൽ തരാം അല്ലെങ്കിൽ സെക്കൻഡിൽ തരാം. ഇനി നമ്മൾ ഈ സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ, സ്പീഡ് 2 യൂണിറ്റ് ആണ് ബേസിക്കലി പറയാതെ, കിലോമീറ്റർ പെർ അവർ. 1 മണിക്കൂറിൽ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു എന്നതും, അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ സഞ്ചരിച്ചു എന്നുള്ളതും. ഇതാണ് ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്സ് വരുന്നത്. ഇവിടെ നമുക്ക് ചോദ്യത്തിൽ ചിലപ്പോൾ മീറ്ററും അതുപോലെ അവറും വെച്ചിട്ടുള്ളത് തരും. നമ്മുടെ ചോദ്യത്തില് മണിക്കൂറും മീറ്ററും വെച്ചിട്ട് തരും. അപ്പൊ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ ചോദ്യത്തിൽ കിലോമീറ്റർ ആണെങ്കിൽ അവന്റെ കൂടെ ഉണ്ടാകേണ്ടത് അവറാണെങ്കിൽ കിലോമീറ്റർ ആണ്, മീറ്റർ ആണെങ്കിൽ സെക്കൻഡ് ആണെങ്കിൽ മീറ്റർ ആണ്. ചോദ്യം അവകാശപ്പെടുന്ന ഒരു യൂണിറ്റ് ഉണ്ടാകും. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാനായിട്ട് നോക്കണം, ഫോളോ ചെയ്യാനായിട്ട് നോക്കണം. അപ്പൊ നമുക്ക് പല സാഹചര്യങ്ങളിലും കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് വരും. അതുപോലെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്കും കൺവേർട്ട് ചെയ്യേണ്ടി വരും. എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഇതെങ്ങനെയാണ് ഈ കൺവേർഷൻ എന്നുള്ളത്. ഇവിടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കിലോമീറ്റർ ആണോ മീറ്റർ ആണോ വലുത്? കിലോമീറ്റർ വലുതായി സംസാരിക്കുന്നു, വലുത് കിലോമീറ്റർ, മീറ്റർ ചെറുത്. ഓക്കെ ആണല്ലോ? അപ്പൊ വലിയവനെ ചെറുതാക്കാൻ എന്ത് ചെയ്യണം? അപ്പൊ ഇവിടെ നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഇത് എന്താണ്? 5/18 ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ആരെ ഗുണിക്കണം എന്നറിയാം? 5/18 അല്ലെങ്കിൽ 18/5. ഇതിലേതോ 2 സംഖ്യ. 5/18 ഗുണിച്ചാൽ കിലോമീറ്റർ പെർ അവർ മീറ്റർ പെർ സെക്കൻഡിലേക്കോ, അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ അവറിലേക്കോ, അങ്ങനെയൊക്കെ ആവും നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഏതാണെന്ന് കൃത്യമായിട്ടൊരു ധാരണ ഇല്ലാത്തവരാണോ നിങ്ങൾ? എന്നാൽ പേടിക്കേണ്ട, ദാ ആദ്യത്തെ ഷോർട്ട് കട്ട് ഇവിടെ വരികയാണ്. കിലോമീറ്ററിനെ
മീറ്റർ ആക്കണം. വലിയവനെ ചെറുതാക്കാൻ എന്ത് ചെയ്താൽ മതി? ചെറിയ കാര്യം മതി. അപ്പൊ ഇവിടെ മുകളിൽ ചെറിയ സംഖ്യ ഉള്ളതാന്ന് നോക്കുക. ഏതാണ്? 5 ആണ്. അപ്പൊ ഇവിടെ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. എങ്ങനെയാണ് ആ ഐഡിയ വന്നത്? കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ ചെറിയവനെ കൊണ്ട് ഗുണിക്കണം. ചെറുത് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതിലെ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ഇതാണ് 5/18. ചെറുത് എന്ന് പറയുമ്പോൾ ന്യൂമറേറ്റർ ചെറുതായതിന് ചെറുത് എന്ന് ചിന്തിച്ചാൽ മതി. ലോജിക്ക് മാത്രമാണ് കേട്ടോ, ഓർത്തിക്കാനുള്ള ലോജിക്കാണ്. ചെറുത് കൊണ്ട് ഗുണിച്ചു. കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ 5/18. ഓക്കെ ആണല്ലോ? 5/18. ഇനി മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ, മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ എന്ത് ചെയ്യണം? നേരെ അപ്പൊ മീറ്ററിനെ കിലോമീറ്റർ ആക്കണം. അപ്പൊ വലിയ ആളെ കൊണ്ടുവരണം. എന്താണ്? 18/5 കൊണ്ട് ഗുണിക്കണം. 18/5. ഈ ഒരു ഐഡിയ മറന്നു പോകരുത്. ഇതാ നോക്കുക എങ്ങനെയാണ് കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ 5/18. അതായത് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18. കിലോമീറ്ററിനെ മീറ്റർ ആക്കുന്നു. അപ്പൊ എന്താണ്? ചെറിയ വാല്യൂ. ഏതാണ്? 5/18. ഇനി മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കാനോ വലിയവൻ വരണം. അതായത് മുകളിൽ വലിയവൻ, അതായത് 18 മുകളിൽ 5 താഴെ. ക്ലിയർ അല്ലേ? ഈ ഒരു സാധനം മാത്രം ഓർത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ ആവശ്യത്തിലേക്ക് വരാം. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്പീഡ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 52 കിലോമീറ്റർ പെർ മണിക്കൂറിൽ, അതായത് 52 കിലോമീറ്റർ പെർ അവർ എന്ന് സ്പീഡ് പറഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് എന്താണ്? ബസ് സഞ്ചരിക്കുന്ന വേഗത തന്നിട്ടുണ്ട്. ഇനി അതുപോലെ എത്ര മണിക്കൂറാണ് സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു സമയം അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 6 മണിക്കൂർ. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് വേണ്ടത് എന്താ? ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഞാനൊരു ഫോർമുല തുടക്കത്തിലേ പറഞ്ഞു. സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അപ്പോൾ 52 ഗുണം 6 ആണ്. ഇതിന് നിങ്ങൾ മനസ്സിൽ കാണേണ്ടത് 50 + 2 × 6 എന്ന് കാണുക. 50 × 6 300 വരും. 6 2 12 വരും. 312. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 312 കിലോമീറ്റർ എന്ന് വരും. ഇവിടെ നോക്കുമ്പോൾ എല്ലാ യൂണിറ്റും സെയിം ആണ്. ഇവിടെ കിലോമീറ്റർ പെർ മണിക്കൂറാണ്, ഇവിടെ മണിക്കൂറാണ്, ഉത്തരത്തിലെല്ലാം കിലോമീറ്റർ ആണ്. അപ്പൊ നമുക്ക് വേറെ യൂണിറ്റിന്റെ വള്ളികൾ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും ഒരു ചോദ്യം കാണുമ്പോൾ ആദ്യം നോക്കേണ്ടത് എല്ലാം കിലോമീറ്റർ പെർ അവറിലാണോ അതോ എല്ലാം മീറ്റർ പെർ സെക്കൻഡിലാണോ? ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ആ കാര്യത്തിനെ കൃത്യമായി കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ. 312 കിലോമീറ്റർ. ഓക്കെ അല്ലേ? മനോഹരമായിട്ട് ഈ സാധനം മനസ്സിലായി. വേണ്ട ബേസിക്സ് നമ്മൾ അവിടെ കിട്ടി. ഓക്കെ ആണല്ലോ? ശരി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം ഇതാ നോക്കിക്കേ. 20 മീറ്റർ പെർ സെക്കൻഡ് ശരാശരി വേഗതയിൽ പോകുന്ന ഒരു കാർ 36 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയമെടുക്കും? നിങ്ങൾ ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് ആദ്യത്തെ ഒരു സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിൽ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, സന്തോഷം. അടുത്തത് എന്താണ്? 36 കിലോമീറ്റർ. വള്ളി എന്താണ്? മീറ്റർ പെർ സെക്കൻഡിലാണ് നമുക്ക് സ്പീഡ് വേഗത തന്നിരുന്നത്. ഇവിടെ ഒരു കിലോമീറ്റർ വന്നു, അപ്പൊ അവനെ മാറ്റണം. ഇനി എന്താണ്? എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സമയം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. സ്പീഡ് എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ 36 കിലോമീറ്റർ ഡിസ്റ്റൻസിനെ ഇവിടെ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 36 കിലോമീറ്റർ. ഒന്നെങ്കിൽ മീറ്ററിനെ കിലോമീറ്ററിലാക്കുകയോ അല്ലെങ്കിൽ കിലോമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കുകയോ ചെയ്യാം. ഞാനിവിടെ എളുപ്പത്തിന് എപ്പോഴും ചെയ്യുന്നത് കിലോമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കിയാണ്. ഓക്കെ ആണല്ലോ? കിലോമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കിയാണ്. അപ്പൊ ഇത് നിങ്ങൾ മേടിച്ചോ. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. 1 കിലോമീറ്റർ എന്നാൽ 1000 മീറ്റർ ആണ്. അപ്പൊ 36 × 1000 മീറ്റർ എന്ന് എഴുതാം. വേറെ വെറുതെ ഗുണിക്കാനൊന്നും അവിടെ നിൽക്കണ്ട. ഓക്കെ ആണല്ലോ? നമുക്ക് സമയമാണ് വേണ്ടത്. അപ്പൊ 36 × 1000/20 എന്ന് വരും. 0 വെട്ടിക്കളയാനായിട്ട് സാധിക്കും. ഇവിടെ 36 2 കൂടെ വെട്ടുമ്പോൾ ഇവിടെ 18 എന്ന് വരും അല്ലെ? അപ്പോ ഇവിടെ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 1800. എന്താണ്? മീറ്ററിന്റെ കൂടെ ഉള്ളത് എപ്പോഴും എന്താണ്? സെക്കൻഡ് അല്ലേ? അപ്പൊ ഈ സമയം കിട്ടി 1800 സെക്കൻഡ്. ഇനിയാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ എല്ലാം എന്താണടാ? മിനിറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇവനെ മിനിറ്റിലേക്ക് ആക്കണം അല്ലെ? സെക്കൻഡിനെ മിനിറ്റിലേക്ക് ആക്കാൻ. അപ്പൊ നിങ്ങൾക്കറിയാം 1 സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/60 മിനിറ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അറിയാം 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. ഇതിൽ നിന്നും വരുന്നതാണ്. അപ്പൊ സെക്കൻഡിലെ മിനിറ്റിലേക്ക് ആക്കാൻ
സെക്കൻഡിനെ ചെറുതിനെ വലുതാക്കാൻ, സെക്കൻഡിനെ മിനിറ്റിലേക്ക് ആക്കാൻ 60 കൊണ്ട് ഹരിക്കുക. അപ്പൊ എന്താണ് 1800/60 ചെയ്താൽ 0 വെട്ടിപ്പോകും. 180/60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 എന്ന് വരും. അതായത് 30 മിനിറ്റ്. അതായത് എന്താണ് വരുന്നത്, അരമണിക്കൂർ എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇത് ഒരു രീതിയാണ്. ഇനി ചിലർക്ക് ഇതങ്ങ് അത്ര സുഖിച്ചെന്ന് വരില്ല, ചിലർക്ക് ഇതങ്ങ് പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നി എന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ മറ്റൊരു മെത്തേഡ് കാണിച്ചു തരാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രം കേട്ടോ. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ 20 മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ഒന്ന് മാറ്റിക്കോട്ടെ. എന്ത് ചെയ്യാം, മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ എന്താണ് ചെയ്യേണ്ടത്, 20 ഇൻറ്റു മീറ്ററിനെ കിലോമീറ്ററിലേക്കാക്കാൻ മുകളിൽ വലുതുള്ളത് കൊണ്ട് ഗുണിക്കണം. 18/5 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഇതും കൂടെ വെട്ടിപ്പോകും. എന്തെന്ന് വരും, 4 എന്ന് വരും. ആക്രാന്തം കാണിക്കേണ്ട. 4 × 18 കിലോമീറ്റർ പെർ അവർ അവിടെ നിന്നോട്ടെ. ഇനി എന്താ പറയുന്നത്, 36 കിലോമീറ്റർ. അപ്പൊ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഡിസ്റ്റൻസ് എല്ലാം കിലോമീറ്റർ പെർ അവറിലായി. അപ്പൊ 36/4 × 18 എന്ന് വരും അല്ലെ. 36/4 × 18. എടാ ഇതും കൂടെ വെട്ടുമ്പോൾ 2 എന്ന് വരും. ഈ 2ഉം 4ഉം കൂടെ വെട്ടുമ്പോൾ ഇവിടെ 2 വരും, 1 വരും. അതായത് 1/2 മണിക്കൂർ. അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര സമയത്തിന് തുല്യമാണ്? മിനിറ്റില് 30 മിനിറ്റിന് തുല്യമാണ്. അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് അവലംബിപ്പിക്കാം. ഞാൻ 2 രീതിയും പറഞ്ഞു തന്നുള്ളൂ. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ഉത്തരം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. 2 രീതിയും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് ഉപയോഗിക്കാം. പക്ഷെ ഒറ്റ കാര്യം, മാറിപ്പോകരുത്, തെറ്റിപ്പോകരുത്. ഓക്കെ ആണല്ലോ? എപ്പോഴും മാറിപ്പോകുന്ന ഇവിടെയാണ്. ഈ 18/5 കൃത്യമായിട്ട് ഇടാനാണ് എല്ലാവരും തെറ്റിപ്പോകുന്നത്. മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ വലിയവൻ കൊണ്ട്, ചെറുതിനെ വലുതാക്കാൻ വലിയവൻ ആദ്യം വരണം, 18/5. ഇനി കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ ചെറിയവൻ ആദ്യം വരണം, 5/18 കൊണ്ട്. ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേടാ? ക്ലിയർ അല്ലേ? ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമന്റ് ചെയ്യണം സെറ്റ് എന്ന് കേട്ടോ. ശരി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു വരാം. നോക്കിക്കേ, ഇത് എല്ലാവരുടെയും സ്ഥിരമുള്ള ഒരു പ്രശ്നമാണ്. ഓക്കെ, ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ ഈ ഒരു കാര്യം ചിത്രീകരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഒരു ട്രെയിൻ മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ ഓടുന്നു. അപ്പോൾ ഒരു ട്രെയിനിന്റെ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ട്രെയിനിന്റെ സ്പീഡ് എന്തുണ്ടാ, നമുക്ക് ഇവിടെ കൃത്യമായിട്ട് തരുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ എന്താണ് ആ ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത്, 90 കിലോമീറ്റർ പെർ അവർ. ഇനി എന്താണ് ഇവിടെ നമുക്ക് എന്താ പറയാ, 150 മീറ്റർ നീളമുള്ള ഒരു പാലം. ഓക്കെ ആണല്ലോ? ഒരു പാലം നമുക്കുണ്ട്, ബ്രിഡ്ജ്. ആ ബ്രിഡ്ജിന്റെ ലെങ്തിനെ ഞാൻ BL എന്ന് ചുമ്മാ വിളിക്കുന്നു കേട്ടോ. BL, ബ്രിഡ്ജിന്റെ ലെങ്ത് BL എത്ര, 150 മീറ്റർ ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരണം, ഒരു പാലം ദാ ഇങ്ങനെ വരണം. ഓക്കെ ആണല്ലോ? ഒരു പാലം. ഓക്കെ, ഹായ്, എന്തൊരു നല്ല പാലം, എൻ്റെ പാലം. ഓക്കെ ആണല്ലോ? ഒരു പാലം. ഓക്കെ, ഇത് നദിയാണേ, നീ അത് മാറിപ്പോകരുത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ദാ ഇങ്ങനെ നമുക്കൊരു പാലമുണ്ട്. ഓക്കെ ആണല്ലോ? ഇങ്ങനെ നമുക്ക് ഒരു പാലം ഉണ്ട്. ഓക്കെ, ശരി. ഇനി അവിടെ നോക്കുക, ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്, ഒരു ട്രെയിൻ ആണെങ്കിൽ വരികയാണ്. ഓക്കെ ആണല്ലോ? ഒരു ട്രെയിന് ഈ പാലത്തിനെ കടന്നു പോകുന്നത്, റെയിൽവേ പാളാണേ. ഒരു ട്രെയിൻ ഇതാ ഇങ്ങനെ ഈ പാളത്തിനെ മുഴുവൻ ഇങ്ങനെ കടന്നു പോകണം. ഓക്കെ ആണല്ലോ? ഈ പാലത്തിന്റെ നീളമാണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന എത്ര എന്നുള്ളത്, 150 മീറ്റർ എന്ന് പറയുന്നത് അല്ലെ. 150 മീറ്റർ എന്ന് പറഞ്ഞ ഈ പാലത്തിന്റെ നീളമാണ്. ഓക്കെ ആണല്ലോ? ഈ പാലം 15 സെക്കൻഡിൽ കടന്നു പോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു ടൈം പറയുന്നുണ്ട്, എത്രയാണ്, 15 സെക്കൻഡ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ ട്രെയിനിന്റെ നീളം എത്ര മീറ്റർ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര മീറ്റർ ആണ്? അപ്പൊ ആദ്യത്തെ ഉത്തരവാദിത്തം, നമ്മുടെ ചോദ്യത്തിൽ മുഴുവൻ മീറ്റർ വരണം. മീറ്റർ വരണമെങ്കിൽ അവന്റെ കൂടെ കെട്ടിപ്പിടിച്ചേക്കേണ്ട ആരാണ്, സെക്കൻഡ് ആണ്. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്, 90 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. ക്ലിയർ ആണ്? ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് അതാദ്യം അങ്ങ് ചെയ്യാം. 90 കിലോമീറ്റർ പെർ അവർ എന്ന് പറയാം, 90 ഇൻറ്റു കിലോമീറ്ററിനെ മീറ്റർ ആക്കണം, ചെറുത് കൊണ്ടുവരണം, 5/18 എന്ന് വരും അല്ലെ. ഉറപ്പായും ഇത് വെട്ടിപ്പോകും, ഉറപ്പായിട്ടും വെട്ടിപ്പോകും. ഇതെന്താണ്, 5 തവണ, അതായത് 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ഓക്കെ അല്ലേ? 25 മീറ്റർ പെർ സെക്കൻഡ്. ഇനി നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം, എങ്ങനെയാണ് ആ ഡിസ്റ്റൻസ് കണക്കാക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? ഇവിടെ ഈ ഒരു കാര്യമാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്ന ഈ ഒരു ട്രെയിൻ
ഇങ്ങനെ പോകുന്ന ഈ ഒരു ട്രെയിൻ ഈ പാലത്തിനെ മുഴുവൻ കടക്കണമെങ്കിൽ ഈ ട്രെയിൻ മുഴുവനായിട്ടും നീങ്ങിപ്പോണ്ടേ. ഈ ട്രെയിൻ എത്രയോ നീളമുണ്ട് അല്ലെ, ഈ നീളം മുഴുവൻ ഈ പാലത്തിനെ ക്രോസ് ചെയ്തെങ്കിലേ നമ്മൾ എന്തു പറയുള്ളൂ, ട്രെയിൻ ഈ പാലത്തിനെ കടന്നുപോയി എന്ന് പറയാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ. അപ്പൊ ഈ 150 മീറ്റർ നീളമുള്ള ഈ പറയുന്ന പാലത്തിനെ ഈ ട്രെയിനിന്റെ നീളം മുഴുവനായി കടന്നു പോകണം, എങ്കിൽ മാത്രമേ ഈ പാലത്തിനെ മുഴുവൻ കടന്നുപോയി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. 15 സെക്കൻഡിൽ കടന്നു പോകുക എന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിന്റെ മുഴുവൻ ബോഗിയും ഈ പാലം കടന്ന് അപ്പുറം എത്തിയെങ്കിലേ ഈ പാലത്തിനെ കടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എന്താണ്, ഈ ട്രെയിനിന്റെ ആകെ ഇത് സഞ്ചരിക്കേണ്ട നീളം എന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിന്റെ നീളവും ഈ പാലത്തിന്റെ നീളവും കൂടെ ആകെ സഞ്ചരിച്ചിട്ടുണ്ടാകണം. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണ്, പറഞ്ഞ ആശയം മനസ്സിലായി. ഇനി ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഈ സഞ്ചരിച്ച ദൂരം, അതായത് ഈ ഒരു സ്പീഡിൽ ഈ 15 സെക്കൻഡ് കൊണ്ട് ഈ 90 km/h, അതായത് 25 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ സഞ്ചരിച്ച ഈ ട്രെയിൻ 15 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്തു, ഈ പാലത്തിനെ മുഴുവനായി കടന്നു പോയി എന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിന്റെ കംപ്ലീറ്റ് നീളം, ഈ ട്രെയിനിന്റെ എല്ലാ ബോഗികളും ഈ പാലത്തിനെ കടന്നുപോയി എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി, 25 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ പോകുന്ന ഒരു ട്രെയിൻ 15 സെക്കൻഡ് കൊണ്ട് 150 മീറ്റർ നീളമുള്ള ഒരു പാലം കിടന്നു പോയി പാലത്തിനെ മുഴുവനായി ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ എല്ലാ ബോഗികളും ഈ പാലത്തിന്റെ അപ്പുറം കിടന്നു. അതായത് ട്രെയിനിന്റെ മൊത്തം നീളം ഈ പാലത്തിന്റെ അപ്പുറം കിടന്നിട്ടുണ്ടാകണം. അപ്പോ ഇത് ട്രെയിനിന്റെ നീളമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ആകെ സഞ്ചരിച്ച ദൂരം, ഈ 25 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ 15 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം നമുക്കറിയണം. അതായത് ഡിസ്റ്റൻസ് അറിയണം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും, 25 × 15 എന്ന് എഴുതാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ 375 എന്ന് വരും. 375. ഇനി അത് സംശയമുള്ളവർക്ക് 25 × 15 പെട്ടെന്ന് ചെയ്യാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. 25 15 ദാ ഇങ്ങനെ എഴുതി. നിങ്ങൾ ചെയ്യേണ്ട ആകെ കാര്യം 5 × 5 എത്രയാണടാ, 25 എഴുതുക. 2 × 1 എത്രയാണ്, 2. അതിനെ 0.2 എന്ന് എഴുതുക. ഇനി എന്താ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. I2 10. ഇനി 5 1 5, 10ഉം 5ഉം കൂടെ കൂട്ടുക, ഒരു സ്ഥാനം മാറ്റി ദാ ഇവിടെ എഴുതുക. 10 5 കൂടെ കൂട്ടുക 15 കിട്ടില്ലേ, ആ 15 ഒരു സ്ഥാനം മാറ്റി ഇവിടെ എഴുതുക. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടുക, 5 5 2 7, ദാ 375 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തത്, നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പിൽ ക്ലാസ്സിൽ കൃത്യമായിട്ട് ഈ സാധനം പറയുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇത് കണക്ക് കൂട്ടിയാണല്ലേ, ഇത് സാധാരണ ഗുണിക്കുന്നതല്ലേ എളുപ്പം. എന്നാൽ അല്ല, വലുത് വരുമ്പോൾ 98 × 95, 98 × 97 ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഈ ഒരു ആശയം നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. അപ്പൊ 375 എന്ന് കിട്ടി. ഈ 375 എന്ന് പറയുന്നത് എന്താണ്, ഈ പാലത്തിന്റെ നീളം, ഈ പാലത്തിനെ മുഴുവനായി ട്രെയിൻ ക്രോസ് ചെയ്ത് പോയില്ലേ. അപ്പൊ നോക്കുക, ഇതാണ് നമ്മുടെ പാലം എന്ന് വിചാരിക്കുക. ഇനി ഇതാണ് നമ്മുടെ ട്രെയിൻ എന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ. ഈ ട്രെയിൻ മുഴുവനായി കടന്നു പോയെന്ന് പറയാൻ ഈ ആകെ മൊത്തമുള്ള നീളമാണ് 375 മീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? കാരണം ഈ ട്രെയിൻ മുഴുവനായി കടന്നു പോയെങ്കിൽ മാത്രമല്ലേ ഈ പാലത്തിനെ കടന്നുപോയി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പാലത്തിന്റെ നീളത്തിന്റെ കൂടെ ഈ ട്രെയിനിന്റെ നീളം കൂടെ ചേർക്കുന്നതാണ് ഈ 15 സെക്കൻഡിൽ ഇത് സഞ്ചരിച്ച ദൂരം. അതായത് 15 സെക്കൻഡിൽ ഈ 25 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ ഇത് സഞ്ചരിച്ച് ഈ പാലത്തിനെ മുഴുവനായി കടന്നു എന്ന് പറയുമ്പോൾ ട്രെയിനിന്റെ എല്ലാ ബോഗിയും ഈ പാലത്തിനെ കടക്കണം. അങ്ങനെ വരുമ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഈ പാലത്തിന്റെ നീളം 150 ആണ്. അപ്പൊ ഈ ട്രെയിനിന്റെ നീളം കാണാൻ എന്ത് ചെയ്താൽ മതി, ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ആകെ നീളമായ 375 നിന്നും ഈ പാലത്തിന്റെ നീളമായ 150 കുറച്ചാൽ മതി. എത്ര കിട്ടും, 225 എന്ന് കിട്ടും. അത്രയും മീറ്റർ. ഓപ്ഷൻ സി എന്നതായിരിക്കും നമ്മുടെ ഉത്തരം. ക്ലിയർ ആണ്, വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. 152/2024 മാർക്കറ്റിംഗ് ഓർഗനൈസറിന് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇത്തരം ചോദ്യങ്ങളിലാണ് പലപ്പോഴും നമ്മൾ വഴുതി പോകുന്നത്. അതുകൊണ്ട് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. പിക്ചറൈസേഷൻ പറഞ്ഞ് മനസ്സിലായോ? ഒരു ട്രെയിൻ ഒരു പാലത്തിനെ കടക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ബോഗിയല്ല, 2 ബോഗിയല്ല, അതിന് എത്ര ബോഗിയുണ്ടോ അത്രയും നീളം മുഴുവനായി കടക്കണം. അപ്പൊ 15 സെക്കൻഡ് കൊണ്ട് മുഴുവനായി കടന്നു എന്ന് പറഞ്ഞാൽ ഈ ട്രെയിൻ സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞാൽ ഈ പാലത്തിന്റെ നീളം പ്ലസ് ഈ ട്രെയിനിന്റെ ആകെ നീളം മുഴുവൻ വരും. ഓക്കെ ആണല്ലോ. അത് 15 സെക്കൻഡ് കൊണ്ട് ഈ പാലത്തിനെ കടന്നു, കംപ്ലീറ്റ് ആയിട്ട് കടന്നു. അപ്പൊ 15 സെക്കൻഡിൽ സഞ്ചരിച്ച നീളമാണ് ഈ പറയുന്നത്. ട്രെയിനിന്റെ നീളം പ്ലസ് പാലത്തിന്റെ നീളം. ട്രെയിനിന്റെ നീളം നമുക്ക് കണ്ടുപിടിക്കാൻ ആകെ നീളത്തിൽ നിന്നും പാലത്തിന്റെ നീളം കുറച്ചു. സെറ്റ് അല്ലേടാ? ക്ലിയർ അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ശരി, എനിക്ക് ഉറപ്പുണ്ട്
അടിപൊളിയായിട്ട് മനസ്സിലായി എന്നുള്ളത്. ശരി, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ ആണല്ലോ. ഒന്ന് റിലാക്സ് ചെയ്യാം. രാവിലെ വെള്ളം കുടിച്ചോ, ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് സിപ്പ് ചെയ്ത് കുടിക്കണം. ഇരിക്കുന്നിടത്തുനിന്ന് ഒക്കെ ഒന്ന് ഉഷാറാവണം. ഉറങ്ങരുത്, തൂങ്ങരുത്. നോക്കിക്കോ, ഉഷാറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. വെള്ളം കുടിക്കണേ. നീ അവൻ വീഡിയോയുടെ അപ്പുറം ഇരുന്ന് അങ്ങനെയൊക്കെ പറയും, ഞാൻ വെള്ളം കുടിക്കില്ല, നീ പോടാ എന്ന് ചിന്തിക്കരുത്. വെള്ളം കുടിക്കുക. നിങ്ങളുടെ ബ്രെയിനെ ഷാർപ്പാക്കി ഫോക്കസ് ആക്കി വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ്. ഓക്കെ ആണല്ലോ. ശരി, അപ്പൊ നമുക്ക് നോക്കാം. ഇനി നിങ്ങൾ ചെയ്യരുത്, ഓർത്ത് വെക്കാൻ സംശയമുണ്ടെങ്കിൽ രാവിലെ, കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ രാവിലെ കുറച്ച് കഴിയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, ബ്രേക്ക്ഫാസ്റ്റ് ഭർത്താവിന് കൊടുക്കുക, അങ്ങനെയുള്ള പ്രോസസ് ഒക്കെ ചെയ്യുമ്പോൾ ഭർത്താവിനോട് ഈ ചോദ്യം അങ്ങ് ചോദിക്കുക. ചമ്മി ഇരിക്കുമ്പോൾ നിങ്ങൾ ജയിച്ചു, നിങ്ങൾ ഉത്തരം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പഠിക്കും, ബ്രേക്ക്ഫാസ്റ്റും ആകും. ഇനി കുട്ടികളുള്ള അമ്മമാരാണെങ്കിൽ മക്കളോക്ക് ഈ സാധനം പറഞ്ഞു കൊടുക്കുക. ഇനി അല്ലാതെ ഉള്ളവരാണെങ്കിൽ, പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അച്ഛനോടും അമ്മയോടും ചോദിക്കുക ഭക്ഷണം കൊണ്ട് തരുമ്പോൾ. എപ്പോഴാണെങ്കിലും നിങ്ങൾ ചോദിക്കുക. ഇനി തന്നെ ഇരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ സ്വന്തം കൂട്ടുകാരോട് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഈ സാധനം ചോദിക്കുക. അങ്ങനെ പറഞ്ഞ് പഠിക്കുക. നോക്കിക്കോ, ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ടം 10 സെക്കൻഡിലോടി പൂർത്തിയാക്കിയ ആൾ ശരാശരി എത്ര വേഗതയിലാണ് ഓടിയത്? 181/2024 LGS എക്സാമിന് ചോദിച്ച ചോദ്യം. ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ടം 10 സെക്കൻഡിലോടി പൂർത്തിയാക്കിയ ആൾ. അപ്പൊ എന്താണ് അദ്ദേഹം ചെയ്തത്? അദ്ദേഹം ഓടിയ ആകെ ദൂരം എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. അദ്ദേഹം ഓടിയ ദൂരം അല്ലെങ്കിൽ എടുത്ത സമയം എന്ന് പറയുന്നത് 10 സെക്കൻഡ് ആണ്. എങ്കിൽ അദ്ദേഹത്തിന്റെ വേഗത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേഗത കാണാൻ വേണ്ടി ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എന്നാൽ 100 ആണ്, ടൈം എന്നാൽ 10 ആണ്. 0 വെട്ടാം. അപ്പൊ 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ഇവിടെ നിങ്ങളെ കുഴപ്പിക്കുന്നത് എനിക്ക് അറിയാം, എല്ലാവരുടെയും PSC വളരെ കാലമായിട്ട് എഴുതുന്ന എല്ലാവർക്കും പറ്റിയ, ഒരു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പറ്റിയുള്ള അബദ്ധമാണ്. ഉറപ്പായും ശരിയാക്കുമെന്ന് 100% വിശ്വാസമുള്ള ചോദ്യം നമ്മുടെ ചെറിയ ഒരു നോട്ടപ്പിശക് കൊണ്ട് മാറ്റി ബബിൾ ചെയ്ത് കൈവിട്ടു പോകുന്ന അത്തരം ഒരു കാര്യം സംഭവിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ 10 കണ്ടുപിടിക്കാൻ ആർക്കും പ്രയാസമില്ല. പക്ഷേ നമ്മൾ ആ അപ്പത്തൊരു എക്സൈറ്റ്മെന്റിൽ നമ്മൾ പെട്ടെന്ന് മീറ്റർ പെർ സെക്കൻഡ് മാത്രം നമ്മൾ നോക്കും. അപ്പൊ അവിടെ ആ 10 എന്നുള്ളത് നോക്കിയത് അവിടെ 10 2 ഉണ്ട്. 10 മീറ്റർ പെർ സെക്കൻഡ്, 10 കിലോമീറ്റർ പെർ മണിക്കൂർ. മാറിപ്പോയാൽ ബി കറപ്പിച്ചാൽ പോയി. കറപ്പിച്ച് തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ. ചിലപ്പോ ഇങ്ങനെ ബബിളില് ബി ഇങ്ങനെ കറപ്പിച്ചുകൊണ്ടിരിക്കും. അയ്യോ ബി അല്ല എ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ബ്ലേഡ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അപ്പുറം എ കറപ്പിക്കാൻ നോക്കും. അവിടെ പോയി, സാധനം നഷ്ടപ്പെട്ടു പോയി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഉത്തരം നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ ഒരു കുത്തിട്ടിട്ട്, നിങ്ങൾക്ക് വേണ്ട ബബിളിൽ ഒരു കുത്തിട്ടിട്ട് ഈ പരിപാടി ചെയ്യാൻ വേണ്ടി നോക്കുക. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ. ഇവിടെ ലളിതമായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. തെറ്റിക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. ബബിൾ ചെയ്യുമ്പോൾ ആ ഒരു ഭാഗ്യപ്പിഴവ് നമ്മുടെ കൈപ്പിഴവ് കൊണ്ട് ഒരു കാരണവശാലും തെറ്റാൻ പാടില്ല. ക്ലിയർ അല്ലേടാ? ശരി, അടുത്ത ചോദ്യം നോക്കിക്കേ. ഒരു കാറ് ഒരു നിശ്ചിത ദൂരം 60 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഒരു കാറ് ഒരു നിശ്ചിത ദൂരം 60 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. അതേ ദൂരം മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ എടുക്കുന്ന സമയം 1 മണിക്കൂർ കുറയുന്നു. എങ്കിൽ സഞ്ചരിച്ച ദൂരം കാണുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥി എപ്പോഴും മിസ്സാകുന്ന ഒരു പോയിന്റ് ഞാൻ പറയാം. ഒരു കാറ് ഒരു നിശ്ചിത ദൂരം 60 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. കൊള്ളാം, അതെന്താ, ഒരു പ്രശ്നവുമില്ല. അടുത്ത ഒരൊറ്റ വാക്കാണ് നമ്മളെ ഈ ചോദ്യത്തിന്റെ മെയിൻ ലൂപ്പ് ഹോൾ എന്ന് പറയുന്നത്. എന്താണ്? അതേ ദൂരം. അവിടെ എന്താണ് ആ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് നൽകുന്ന ഏക ലൂപ്പ് ഹോൾ, ഏക ക്ലൂ, ആ സെയിം ഡിസ്റ്റൻസ്. അപ്പൊ നിങ്ങൾ മനസ്സിൽ കാണണം, എന്താ, എയിൽ നിന്നും ബിയിലേക്ക് ഒരു കാർ ദാ ഇങ്ങനെ പോകുന്നു. ഓക്കെ ആണല്ലോ. ഒരു കാറ്, വാവ്, എന്റെ കാർ ദാ ഇങ്ങനെ പോകുന്നു. ആദ്യം പോകുന്നത് 60 കിലോമീറ്റർ പെർ അവറിലാണ്. ഇനി ഇതേ കാറ് ഇതേ ഡിസ്റ്റൻസ് പോകുന്നത് 80 കിലോമീറ്റർ പെർ അവറിലാണ് എങ്കിൽ 1 മണിക്കൂർ കുറച്ചു മതി. 1 മണിക്കൂർ കുറച്ചു മതി എന്ത്? എയിൽ നിന്നും ബിയിലേക്ക് എത്താൻ. അങ്ങനെയാണെങ്കിൽ എ മുതൽ ബി വരെയുള്ള ദൂരം, ഇത് സഞ്ചരിച്ച ദൂരം കാണുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി വളരെ മനോഹരമായിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴാണ് അത് ഉപയോഗിക്കേണ്ടത്. ഇതാ നോക്കുക, രണ്ട് വ്യത്യസ്ത വേഗതയിൽ, എന്തിനൊക്കെയാണ് പറയുന്നത്, രണ്ട് വ്യത്യസ്ത വേഗതയിൽ
ഒരേ ദൂരം സഞ്ചരിച്ചാൽ ദൂരം കാണാനുള്ള സൂത്രവാക്യം. ദൂരം എന്ന് പറയുന്നത് ഇത് ഓർത്താ മതി. ഷോർട്ട്കട്ടാണ്. വേഗതകളുടെ ഗുണനഫലം ബൈ വേഗതകളുടെ വ്യത്യാസം ഇൻറ്റു സമയവ്യത്യാസം. എങ്ങനെയാണ്? ഒരിക്കൽ കൂടി പറഞ്ഞേ. ദൂരം കാണാനുള്ള സൂത്രവാക്യം എങ്ങനെയാണ്? വേഗതകളുടെ ഗുണനഫലം ബൈ വേഗതകളുടെ വ്യത്യാസം ഇൻറ്റു അവിടത്തെ സമയത്തിന്റെ വ്യത്യാസം. വേഗതകളുടെ രണ്ട് വ്യത്യസ്ത വേഗതയിൽ ഒരേ ദൂരം സഞ്ചരിച്ചാൽ ആ ദൂരം കാണാനുള്ള സൂത്രവാക്യം വേഗതകളുടെ ഗുണനഫലം ബൈ വേഗതകളുടെ വ്യത്യാസം ഇൻറ്റു സമയ വ്യത്യാസം. ചെയ്യേണ്ട പരിപാടി ഇതാ ഇത്രയേ ഉള്ളൂ. എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഈ വേഗതകളുടെ ഗുണനഫലം, രണ്ട് വേഗതകളുണ്ടല്ലേ, 60 ഗുണം 80. ഗുണിക്കാൻ നിൽക്കരുത്, അങ്ങനെ എഴുതുക. ഓക്കെ, ബൈ ഇനി എന്താ, 60ഉം 80ഉം കൂടെ കൂട്ടണം. 60 പ്ലസ് 80 ഇൻറ്റു സമയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 60 km/h സഞ്ചരിച്ചപ്പോൾ എത്തി. ഇനി 80 km/h വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ എത്തി. ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? ഇവിടെ ഈ രണ്ട് വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ ഉള്ള സമയത്തിന്റെ വ്യത്യാസം 1 മണിക്കൂർ കുറച്ചേ എടുത്തുള്ളൂ. ആദ്യം സഞ്ചരിച്ചതിനേക്കാൾ 1 മണിക്കൂർ കുറവേ എടുത്തുള്ളൂ. അപ്പൊ ആദ്യം സഞ്ചരിച്ച സമയം മൈനസ് രണ്ടാമത്തെ ആദ്യം 60 km/h വേഗതയിൽ സഞ്ചരിക്കാൻ എടുത്ത സമയവും 80 km/h വേഗതയിൽ എടുത്ത സമയവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ പറയുന്ന 1 മണിക്കൂർ ആയിരിക്കും. അപ്പൊ അവിടുത്തെ സമയ വ്യത്യാസം 1 ഇനി എന്ത് ചെയ്യാനായിട്ട് പറ്റും? 60 ഇൻറ്റു 80 ബൈ ഇവിടെ എത്താണ് 8ഉം 6ഉം 60ഉം വേഗതകളുടെ വ്യത്യാസമാണല്ലേ. വേഗതകളുടെ വ്യത്യാസം ഇവിടെ വേഗതകളുടെ വ്യത്യാസമാണ് 80 മൈനസ് 60 എന്ന് പറയുമ്പോൾ എത്ര വരും? 20 എന്ന് വരും. ഇവിടെ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക. ഇവിടെ നെഗറ്റീവ് ചിഹ്നത്തിന്റെ ഒരു പ്രശ്നമൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കേട്ടോ. സാർ അങ്ങനെ എടുത്തു വിചാരിക്കരുത്. 80 ഇൻറ്റു 60 ബൈ 80 മൈനസ് 60 എടുക്കാം. വ്യത്യാസം എടുത്താൽ മതി, വ്യത്യാസത്തിന്റെ പോസിറ്റീവ്. കാരണം നമ്മൾ അളവുകൾ എപ്പോഴും എന്തായിട്ടാ പറയാ? അളവ്, സമയം ഒക്കെ നമ്മൾ എന്തായിട്ടാ പറയാ? പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദൂരം എല്ലാം നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ, ഈ ഒരു 0 വെട്ടിക്കളയാം. ഇവിടെ 8ഉം 2ഉം വെട്ടാം, 4 എന്ന് വരും. 60 ഇൻറ്റു 4 എത്ര എന്ന് വരുന്നതാ? 240 എന്ന് വരുന്നത്. ഒറ്റ സ്റ്റെപ്പിൽ അവിടെ ആൻസർ കിട്ടി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ, ഇത് എല്ലാം ബി എന്ന് എഴുതി അല്ലേ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം കേട്ടോ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ഇത് സി എന്നാണ്, ഇത് ഡി. ഓപ്ഷൻ ഡി എന്നാണ് നമ്മുടെ ഉത്തരം. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി 240 കിലോമീറ്റർ എന്നതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ അല്ലേ? ഓപ്ഷൻ ഡി 240 കിലോമീറ്റർ എന്നതാണ് നമ്മുടെ ഉത്തരം. ക്ലിയർ ആണ്? സെറ്റ് ആണ്. അപ്പൊ ഇനി ചിലർ ചോദിക്കും, അതെങ്ങനെ അങ്ങനെ വന്നേ? ആ ഷോർട്ട് കട്ട് പഠിക്കാൻ സൗകര്യമില്ല എന്നുള്ളവർക്ക് വേണ്ടി മാത്രം, അത് ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടി മാത്രം മറ്റൊരു രീതി. നിങ്ങൾക്കറിയാം, ടൈം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഈ ആകെ ദൂരം എന്ന് പറയുന്നത് ഞാൻ എക്സ് എന്നെടുത്തു വിചാരിച്ചു. ആദ്യത്തെ കേസിലുള്ള സമയം T1, അതായത് 60 km/h എന്ന വേഗതയിൽ ഈ കാറ് എടുത്ത സമയം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് എക്സ് അല്ലേ ബൈ ആ സ്പീഡ് എത്രയാണ്? 60. ഇനി അടുത്തത് T2 എന്നുള്ളത്, അടുത്തത് 80 km/h വേഗതയിൽ ഈ കാർ എടുത്ത സമയമാണ് T2 എന്ന് വിചാരിക്കുക. അതെന്താണ്? ആകെ ദൂരം, അതും എക്സ് തന്നെ, ബൈ എടുത്ത സ്പീഡ് 80. ഇനി ഈ സമയങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത് 1. ശരിയല്ലേ? സമയത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് 1. സമയത്തിന്റെ വ്യത്യാസം നമുക്ക് ഇവിടെ എടുത്തു നോക്കാം. സമയത്തിന്റെ വ്യത്യാസം, അതായത് T2 മൈനസ് T1, T2 മൈനസ് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നെഗറ്റീവ് വരുമ്പോൾ അത് എടുക്കണ്ട, പോസിറ്റീവ് എടുത്താൽ മതി. T2 മൈനസ് T1 എന്നെടുക്കാം. T2 മൈനസ് T1 എന്നുള്ളത് T1 മൈനസ് T2 എടുത്താലും T2 മൈനസ് T1 എടുത്താലും രണ്ടും കണക്ക് തന്നെ. ഇനിയിപ്പോൾ അത് സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്തേക്കാം. ഇവിടെ എന്ത് വരും? എക്സ് ബൈ 60 മൈനസ് എക്സ് ബൈ 80 ഈക്വൽ ടു 1 എന്ന് വരും. കാരണം എന്താ? സമയം നമുക്കറിയാം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 80x മൈനസ് 60x ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 80 ഈക്വൽ ടു 1 എന്ന് വരും. ഇവിടെ എന്താണ്? എക്സ് കോമൺ ആണ്, പുറത്തെടുക്കാം. എക്സ് ഇൻറ്റു 80 മൈനസ് 60, അല്ലെങ്കിൽ 80x മൈനസ് 60x എന്ന് പറയാൻ എത്രയാണടാ? 80x മൈനസ് 60x എന്ന് പറയാം 20x ബൈ
60 ഇൻറ്റു 20x ബൈ 60 ഇൻറ്റു 80 സമം 1. ഇതിന് ഇപ്പറേക്ക് എടുത്താൽ 20x സമം 60 ഇൻറ്റു 80 എന്ന് വരും. 0 0 വെട്ടാം, 2 8 വെട്ടാം, 4 60 ഗുണം 4 240 എന്ന് വരും. അത്രയും കിലോമീറ്റർ. ഓക്കെ അല്ലേ? അത്രയും കിലോമീറ്റർ. അങ്ങനെയും ചെയ്യാം. ഇവിടെ സമയത്തിന്റെ വ്യത്യാസം ഒന്നാണ്. ഇതാണ് ഇവിടെ ലൂപ്പ് ഹോള്. ഓക്കെ ആണല്ലോ? നിങ്ങൾ അത്രയും ചെയ്യാൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ സമയം അവിടെ നഷ്ടപ്പെടും. അതിന് പകരം രണ്ട് വ്യത്യസ്ത വേഗതയിൽ ഒരേ ദൂരം സഞ്ചരിച്ചാൽ ആ ദൂരം എന്ന് പറയുന്നത് ഗുണനഫലം. നോക്കുക, ഗുണനഫലം, വേഗതകളുടെ ഗുണനഫലം ബൈ വേഗതകളുടെ വ്യത്യാസം ഇൻറ്റു സമയ വ്യത്യാസം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? മനോഹരമായി, അടിപൊളിയായി നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇനി എല്ലാവരെയും വെട്ടിലാക്കുന്ന അടുത്ത ഒരു ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിന്റെ വേഗത മണിക്കൂറിൽ 12 കിലോമീറ്റർ ആണ്. നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിന്റെ വേഗത മണിക്കൂറിൽ 12 കിലോമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ അതിനെ ഞാൻ ആ നിശ്ചല ജലത്തിലുള്ള അതിന്റെ വേഗത, നിശ്ചല ജലത്തിലുള്ള അതിന്റെ വേഗതയെ ഞാൻ എന്ത് എന്നെടുക്കുന്നു? ഞാനിപ്പോ അതിനെ എക്സ് എന്ന് എടുക്കുന്നു. ഓക്കെ ആണല്ലോ? എ ബി എന്നീ 2 പോയിന്റുകൾക്കിടയിൽ ബോട്ടിന് മുകളിലേക്ക് പോകാൻ. അപ്പൊ നോക്കുക, എ എന്ന പോയിന്റ് ഉണ്ട്, ഇവിടെ ബി എന്ന പോയിന്റ് ഉണ്ട്. ഓക്കെ ആണല്ലോ? ഇതെന്താണ്? നദിയാണ്. ഓക്കെ, ഇവിടെ നിന്ന് ബോട്ട്, അതായത് ഇങ്ങോട്ട് അപ്സ്ട്രീമും ഇങ്ങോട്ട് ഡൗൺ സ്ട്രീമാണ്, ഇങ്ങോട്ട് മുകളിലേക്ക് ഇങ്ങോട്ട് താഴേക്ക് എന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ നോക്കുക, ഈ 2 പോയിന്റുകൾക്കിടയിൽ ബോട്ടിന് മുകളിലേക്ക് പോകാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ 6 മണിക്കൂർ. നമ്മുടെ ബോട്ട് എങ്ങനെയാണ്? ബോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ അതിന് 6 മണിക്കൂർ വേണമെന്ന് വിചാരിക്കുക. അതായത് T1 അപ്സ്ട്രീം ടൈം, മുകളിലേക്ക് പോകാൻ എടുക്കുന്ന സമയം 6 മണിക്കൂർ. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി T2 എന്ന് പറയുന്നത് ഇതാണ്. എന്താണ് T2? അടുത്ത എന്താണ്? 6 മണിക്കൂറും താഴേക്ക് 4 മണിക്കൂറും. താഴേക്ക് ഈ ബോട്ട് എങ്ങോട്ടാണ് വരുന്നത്? ഇപ്പൊ എയിൽ നിന്നും ബിയിലേക്ക് വരികയാണ്. താഴേക്ക് വരാൻ എടുക്കുന്ന സമയം 4 മണിക്കൂർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ? ഒരു കാര്യം ഒരു കാര്യം, ഒഴുക്കിന് എതിരെയും ഒഴുക്കിന് ഒപ്പവും ഈ തുഴയുന്ന പരിപാടിയാണിത്. ഒഴുക്കിനെതിരെ വരുമ്പോൾ എന്താണ്, ഒഴുക്കിന് ഒപ്പം വരുമ്പോൾ എന്താണ് എന്നുള്ള സാധനമാണ് നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ട് വേണ്ടത്. ഇനി ഇവിടെ ഒഴുക്കിന്റെ വേഗതയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒഴുക്കിന്റെ വേഗത, ഞാൻ ഒഴുക്കിന്റെ വേഗതയെ എന്ത് എന്നെടുക്കുന്നു? y എന്നെടുക്കുന്നു. ഓക്കെ ആണല്ലോ? ഒഴുക്കിന്റെ വേഗത, നിശ്ചല ജലത്തിലെ വേഗത x എന്നും ഒഴുക്കിന്റെ വേഗതയെ y എന്നും എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒഴുക്കിന്റെ വേഗത കാണാനുള്ള സൂത്രവാക്യം y ഈക്വൽ ടു x ഇൻറ്റു ഈ പരിപാടി ചെയ്താൽ മതി, സമയങ്ങളുടെ വ്യത്യാസം ബൈ സമയങ്ങളുടെ തുക T1 പ്ലസ് T2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു സാധനം കിട്ടും. ഓക്കെ ആണല്ലോ? ഇത്തരം ചോദ്യങ്ങൾ 147/2024 ഓഫീസ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, കേരള ബാങ്കിന്റെ കേട്ടോ. ഇവിടെ അപ്സ്ട്രീം എന്ന് പറയുന്നത് എന്താണ്? അപ്സ്ട്രീം ചെയ്യുമ്പോൾ ഈ 2 സമയവും കൂട്ടും, ഡൗൺ സ്ട്രീം ചെയ്യുമ്പോൾ അപ്സ്ട്രീം ചെയ്യുമ്പോൾ ഇതിന്റെ സ്പീഡുകൾ കൂട്ടും, ഡൗൺ സ്ട്രീം ചെയ്യുമ്പോൾ സ്പീഡുകൾ കുറയും. അപ്പൊ അത് വെച്ചിട്ടൊരു വലിയ ഇക്വേഷൻ ഉണ്ട്, അത് വേണ്ട, നമുക്ക് ഏത് മതി? ഈ ഒരു സാധനം കൃത്യമായിട്ട് പഠിച്ചാൽ മതി. എങ്ങനെയാണ്? ഇവിടെ നിശ്ചല വേഗത എക്സും ഒഴുക്കിന്റെ വേഗത വൈയും ആണെങ്കിൽ ഇനി അപ്സ്ട്രീം മുകളിലേക്കുള്ള സമയം T1ഉം താഴേക്ക് എടുക്കുന്ന സമയം T2ഉം താഴേക്ക് ഒഴുകുന്ന സമയം T2 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിലേക്ക് ഒഴുക്കിന്റെ വേഗത കണ്ടുപിടിക്കാൻ x ഇൻറ്റു സമയത്തിന്റെ വ്യത്യാസം ബൈ സമയത്തിന്റെ തുക ചെയ്താൽ മതി. അപ്പൊ ഒഴുക്കിന്റെ വേഗത കാണാൻ x നിങ്ങൾക്കറിയാം എന്താണ്? നിശ്ചല ജലത്തിലെ വേഗത 12 ആണ്, എക്സിന്റെ വില 12 ആണ്. 12 ഇൻറ്റു വ്യത്യാസം 6 - 4 2 ബൈ 6 4 10 എന്ന് വരും അല്ലെ? എന്ത് വരും? ഇവിടെ ഗുണിക്കാം, ഈ 2 ഗുണിക്കാം, 24/10 എന്ന് വരുന്നു. 2.4 കിലോമീറ്റർ പെർ അവർ എന്ന് വരും. 2.4 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി എന്നതായിരിക്കും നമ്മുടെ ഉത്തരം. ക്ലിയർ ആണല്ലോ? ഈ ഒരു സാധനം നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. എങ്ങനെയാണ് ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ കാണാപ്പാടം പഠിച്ചു വെക്കാനല്ല പറഞ്ഞത്. എങ്ങനെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന കാര്യം കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. നമ്മളോട് ഒഴുക്കിന്റെ വേഗതയാണ് ചോദിച്ചിരിക്കുന്നത്. ഒഴുക്കിന്റെ വേഗത കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് നിശ്ചല വേഗത എക്സും ഒഴുക്കിന്റെ വേഗത വൈയും. ഇനി മുകളിലേക്ക് അപ്സ്ട്രീം ഉള്ള എടുക്കുന്ന സമയം T1ഉം ഡൗൺ സ്ട്രീം താഴേക്ക് ഒഴുകുമ്പോൾ
ഒപ്പം തുഴയുമ്പോൾ എത്തുന്ന സമയം T2 ആണെങ്കിൽ ഒഴുക്കിന്റെ വേഗത എന്ന് പറയുന്നത് x ഇൻറ്റു സമയത്തിന്റെ വ്യത്യാസം ബൈ സമയത്തിന്റെ തുക എന്നതാണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മളോട് ഈ നിശ്ചല ജലത്തിന്റെ വേഗതയാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ x ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ചെയ്യേണ്ട പരിപാടി y ഇൻറ്റു സമയത്തിന്റെ തുക ബൈ സമയത്തിന്റെ വ്യത്യാസം എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. സമയത്തിന്റെ തുക ബൈ സമയത്തിന്റെ വ്യത്യാസം. ഇനി സംശയമുള്ളവർക്ക് വേണേൽ ഇത് കാണിച്ചു തരാം. ഇവിടെ y എന്ന് പറഞ്ഞാൽ ഒഴുക്കിന്റെ വേഗത 2.4 എന്നാണ്. 2.4 ഇൻറ്റു ഇവിടെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? T1 പ്ലസ് T2 6 4 10 എന്ന് വരും അല്ലെ. 6 4 കൂടെ ചേർന്ന് 10 എന്ന് വരും ബൈ T1 മൈനസ് T2 എന്ന് പറയുന്നത് 6 മൈനസ് 4 2 എന്ന് വരും. 2.4 ഇൻറ്റു 10 24 ബൈ 2 എന്ന് വരും. അത് 12 എന്ന് കിട്ടും. ആ 12 തന്നെയല്ലേ ഇത് നിശ്ചല ജലത്തിലെ വേഗത. ഓക്കെ ആണല്ലോ. അപ്പം ഈ രണ്ട് സാധനവും കൃത്യമായിട്ട് ഒന്ന് പഠിച്ചു വെച്ചോ. നിശ്ചല ജലത്തിൽ ഒഴുക്ക് ആണ് വേണ്ടതെങ്കിൽ ഒഴുക്കിന് ഒപ്പം ഒഴുക്കിന്റെ വേഗതയാണ് വേണ്ടതെങ്കിൽ എന്താണ്? നിശ്ചല ജലത്തിന്റെ വേഗത ഇൻറ്റു സമയത്തിന്റെ വ്യത്യാസം ബൈ സമയത്തിന്റെ തുക. ഇനി നിശ്ചല ജലത്തിന്റെ വേഗതയാണ് വേണ്ടതെങ്കിൽ ഒഴുക്കിന്റെ വേഗത ഇൻറ്റു സമയത്തിന്റെ തുക ബൈ സമയത്തിന്റെ വ്യത്യാസം. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? ശരി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മുമ്പോട്ട് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു ചെല്ലാം. ദാ നോക്കിക്കേ, ഒരു ട്രെയിൻ മണിക്കൂറിൽ 75 കിലോമീറ്റർ എന്ന ഏകീകൃത വേഗതയിൽ നീങ്ങുന്നു. ഒരു ട്രെയിൻ മണിക്കൂറിൽ 75 കിലോമീറ്റർ എന്ന ഏകീകൃത വേഗതയിൽ നീങ്ങുന്നു. ആ ട്രെയിൻ 20 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? ആ ട്രെയിനിന്റെ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് 75 കിലോമീറ്റർ പെർ അവർ. ശ്രദ്ധിക്കണേ, മണിക്കൂറിൽ 75 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 75 കിലോമീറ്റർ പെർ അവർ എന്നാണ്. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് നമുക്ക് വരാം. ഇനി എന്താണ്? ആ ട്രെയിൻ 20 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും? ട്രെയിനിന്റെ സമയം തന്നിരിക്കുന്നു. 20 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. 20 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും? അപ്പൊ ആ 20നെ നമുക്ക് എത്ര ദൂരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വേറെ കിലോമീറ്റർ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ഉത്തരവും അവിടെ പറയുന്ന യൂണിറ്റിൽ തന്നെ, കിലോമീറ്ററിൽ തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. എത്ര ദൂരം എന്ന ഇവിടെ എത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്നു ചോദിച്ചാൽ നമുക്ക് വേറൊരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു. കാരണം ഇവിടെ മിനിറ്റിനെ എന്ത് ചെയ്യണമെന്നൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാകും. ഇവിടെ കിലോമീറ്റർ പെർ അവറിൽ തന്നിരിക്കുന്നുണ്ട്. ആ മിനിറ്റിനെയും കിലോമീറ്റർ പെർ അവറിലേക്ക് നമ്മൾ മാറ്റണം. അപ്പൊ 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1/60 മണിക്കൂറാണ്. അപ്പൊ 20 ഇൻറ്റു 1/60 എന്ന് വരും. 0 വെട്ടാം, ഇതും വെട്ടാം. ഇവിടെ 3 എന്ന് വരും. 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1/3 മണിക്കൂറാണ്. നമുക്ക് എന്താണ് കാണേണ്ടത്? ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്നാൽ സ്പീഡ് ഇൻറ്റു ടൈം ആകുന്നു. സ്പീഡ് എന്നാൽ 75, ടൈം എന്നാൽ 1/3. 75 3 വെട്ടിക്കളയാം, ഇവിടെ 25 എന്ന് വരും. അതായത് 25 കിലോമീറ്റർ അത് സഞ്ചരിക്കുന്നു. എന്ത് പറയാൻ പറ്റും? ഈ ട്രെയിൻ 75 കിലോമീറ്റർ പെർ അവർ എന്ന വേഗതയിൽ 20 മിനിറ്റിൽ 25 കിലോമീറ്റർ സഞ്ചരിച്ചിരിക്കും. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? മനോഹരമായിട്ട് അത് മനസ്സിലായല്ലോ. അവിടെ ഒരു തരത്തിലുള്ള സംശയവും നിങ്ങൾക്ക് വേണ്ട. ശരി. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരാൾ ഒരിടത്തേക്ക് സൈക്കിളിൽ പോകാനും, ഇതൊന്ന് നോക്കണേ, ഇതൊന്ന് ശ്രദ്ധിക്കണേ. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തത് LDC ലെവൽ, ഇടുക്കി മലപ്പുറം 140/2024 കാറ്റഗറി നമ്പർ വരുന്ന ചോദ്യമാണ് കേട്ടോ. അടുത്തത് 134/2024 ഓഫീസ് അറ്റൻഡർ 2024 ചോദിച്ച ചോദ്യം. ഒരാൾ ഒരിടത്തേക്ക് സൈക്കിളിൽ പോകാനും തിരിച്ച് നടന്നു പോകാനും 10 മണിക്കൂർ എടുത്തു. ഓക്കെ ആണല്ലോ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ എന്താണ്? ഒരാൾ ഒരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു? ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ട് സൈക്കിളിൽ പോകുന്നു, തിരിച്ച് ബൈ വാക്ക് നടന്നു വരുന്നു. ഓക്കെ അല്ലേ? ഒരാൾ A എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും B എന്ന് പറയുന്ന പോയിന്റിലേക്ക് സൈക്കിളിൽ പോകാനും തിരിച്ച് നടന്നു വരാനും എത്ര സമയം എടുത്തു? 10 മണിക്കൂർ എടുത്തു. അപ്പൊ സൈക്കിളിൽ പോയിട്ട് നടന്ന് തിരിച്ചു വരാൻ എത്ര സമയം എടുത്തടാ? 10 മണിക്കൂർ എടുത്തു. ഇനി എന്താണ് പറയുന്നത്? ഇതേ ദൂരം എന്നുള്ളത് നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. 2 യാത്രയും സൈക്കിളിലായിരുന്നുവെങ്കിൽ 4 മണിക്കൂർ ലാഭിക്കാമായിരുന്നു. അപ്പൊ ഇതേ ദൂരം എന്ന് തന്നെയാണ്. അപ്പൊ അതായത് വേറല്ല, ഡിസ്റ്റൻസ് മാറുന്നില്ല. ഈ AB എന്ന് പറയുന്ന ആ ദൂരം, ഇതേ ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കിളിനാണ് ആ പാവപ്പെട്ടവൻ വന്നും പോയും ഇരുന്നെങ്കിൽ 4 മണിക്കൂർ ലാഭിക്കാൻ പറ്റുമായിരുന്നു. നേരത്തെക്കാൾ 4 മണിക്കൂർ ലാഭിക്കാൻ പറ്റുമായിരുന്നു. അതായത് അങ്ങോട്ടും സൈക്കിളിന് പോയി തിരിച്ചും സൈക്കിളിന് വന്നിരുന്നുവെങ്കിൽ ഈ 10 മണിക്കൂർ എടുക്കില്ലായിരുന്നു, 4 മണിക്കൂർ ലാഭിച്ചേനെ. അപ്പൊ എത്ര സമയം എടുത്തേനെ?
10 മണിക്കൂറിൽ നിന്നും 4 മണിക്കൂർ മാറ്റി 6 മണിക്കൂർ കൊണ്ട് അയാൾ അവിടെ എത്തിയേനെ. അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കിളിനാണ് വരുവോ പോവുകയും ചെയ്തെങ്കിൽ 6 മണിക്കൂറിൽ എത്തിയേനെ. ഇനി പറയുന്നത് എന്താണ്? ദാ നോക്കുക. എങ്കിൽ 2 യാത്രയും നടന്നു പോകാൻ എത്ര സമയമെടുക്കും? 2 യാത്രയും നടന്നു പോകാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാണ് വന്നതെങ്കിൽ എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നും ദാ നോക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കിളിന് പോകാനായിട്ട് 6 മണിക്കൂർ. അതാ അങ്ങനെയാണെങ്കിൽ ഒരു വശത്തേക്ക് മാത്രം സൈക്കിളിന് പോകാൻ എത്രയായിരിക്കും? 2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കിളിന് പോകാൻ 6 മണിക്കൂർ. അപ്പോൾ ഒരു വശത്തേക്ക് മാത്രം സൈക്കിളിന് പോകാൻ 6/2 3 മണിക്കൂർ എടുക്കും. അതായത് ഒരു വശത്തേക്ക് മാത്രം സൈക്കിൾ കൊണ്ട് പോകാനായിട്ട് എത്ര സമയം എടുക്കും? 3 മണിക്കൂർ എടുക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ സൈക്കിൾ കൊണ്ട് മാത്രം പോകാനായിട്ട് 3 മണിക്കൂർ എടുക്കും. സൈക്കിൾ കൊണ്ട് അപ്പൊ ഇവിടെ സൈക്കിൾ കൊണ്ട് മാത്രം പോകാൻ 3 മണിക്കൂർ എടുക്കും. അപ്പൊ 3 മണിക്കൂർ പ്ലസ് നടന്നു പോകുന്നത് ചേർത്താലാണ് ആ 10 മണിക്കൂർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നടന്നു മാത്രം പോകാനോ? ഇതിന് ഇപ്പുറം എടുത്താൽ മതി. 10 മണിക്കൂറിൽ നിന്നും 3 മണിക്കൂർ പോയി 7 മണിക്കൂർ. ഓക്കെ അല്ലേ? ഈ പറഞ്ഞ ലോജിക്ക് ലളിതമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ നടന്നു പോകാൻ, ഒരു വശത്തേക്ക് നടന്നു പോകാൻ 7 മണിക്കൂർ. അപ്പൊ ഇപ്പുറ വശത്തേക്കും കൂടെ കൂട്ടി എത്രയാണ്? 7 + 7 14 മണിക്കൂർ എന്ന് പറയാനായിട്ട് പറ്റും. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ഉത്തരം വരുന്നത്. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സൈക്കിളിലും നടന്നും പോകാൻ 10 മണിക്കൂർ, അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കിളിന് പോകാനായിട്ട് 4 മണിക്കൂർ കുറവ് മതി. അതായത് 10 മണിക്കൂറിനേക്കാൾ 4 മണിക്കൂർ കുറവ്. 10 മണിക്കൂറിൽ നിന്നും 4 മണിക്കൂർ കുറവ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കിൾ വന്നാൽ 6 മണിക്കൂർ. അപ്പൊ ഒരു വശത്തേക്ക് മാത്രമായിട്ട് എത്ര മണിക്കൂർ ആയിരിക്കും? ഈ സെയിം ഈ 6ന്റെ നേർ പകുതി എടുത്താൽ മതി. അതായത് 3 മണിക്കൂർ മതി. സൈക്കിളിന് ഒരു വശത്തേക്ക് പോകാൻ 3 മണിക്കൂർ, തിരിച്ചറിയ സൈക്കിളും കൂടി വരാൻ, ഒരേ ദൂരം വരാൻ വീണ്ടും 3 മണിക്കൂർ. അപ്പൊ സൈക്കിളിന് മാത്രം പോകാൻ 3 മണിക്കൂർ മതി. സൈക്കിളിന് പോകാൻ 3 മണിക്കൂർ പ്ലസ് നടന്നു പോകാനും കൂടെ ചേർത്താൽ 10 മണിക്കൂർ എന്ന് തുടക്കത്തിൽ നമുക്കറിയാം. അപ്പൊ നടന്നു മാത്രം പോകാനായിട്ട്, ഒരു വശം നടന്നു മാത്രം പോകാൻ 10 - 3 ആയിട്ടുള്ള 7 മണിക്കൂർ. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു വരാൻ 7 മണിക്കൂർ പ്ലസ് 7 മണിക്കൂർ 14 മണിക്കൂർ എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ഈ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്താണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. ആ ലോജിക്ക് ഉപയോഗിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത സെഷനിൽ ഇതുപോലെ ഇതേ ടോപ്പിക്കിന്റെ ബാക്കി ചോദ്യങ്ങളായിട്ട് കാണാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. കാരണം അതിനനുസരിച്ചായിരിക്കും ഞാൻ അടുത്ത ടോപ്പിക്കും കൊണ്ട് വരിക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഞാൻ വരില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ ക്ലാസ്സിന്റെ അഭിപ്രായം കൃത്യമായിട്ട് കമന്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ കണ്ടന്റുകളും എല്ലാം ഈ ചാനലിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതിന്റെ നോട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താനുള്ളതും ഈ ക്ലാസ് കണ്ടതിന് ശേഷം അപ്ലോഡ് ആയിട്ടുണ്ടാകും. തീർച്ചയായും അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പൊ അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. മറന്നു പോകരുത്, സമയം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. നമ്മൾ നമ്മുടെ സമയത്തെ കൃത്യമായി വിനിയോഗിക്കണം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണാം. Till then, take care. Bye bye. It's your Bijesh signing off. Ta-ta.